ആരിഫ് ഹുസൈൻ്റെ ഉമ്മ മരിച്ചു. ഞാൻ ലൈവായി നൈല രാജു എന്നിട്ടൊരു പോസ്റ്റ് ഉണ്ട്. ഉമ്മ മരിച്ചു, ഊറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ തള്ളിപ്പറഞ്ഞ് എൻ്റെ ഉമ്മ ജിയാദി ഉമ്മ ഊറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് പോയി, ആദരാഞ്ജലി തന്നു. ഞാൻ ആരിഫ് ഇന്ന് വരെ ഞാൻ എനിക്കെതിരെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ഇന്ന് വരെ എൻ്റെ പോസ്റ്റിൽ ഞാൻ കമൻസ് ഇട്ടിട്ടില്ല. പക്ഷെ ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നീ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹൂറന്മാർക്ക് വേണ്ടി മകനെ തള്ളിപ്പറഞ്ഞ ഉമ്മ മരിച്ചു എന്ന്. ഇസ്ലാമിൻ്റെ രീതികൾക്കനുസരിച്ചിട്ടാണ് ഉമ്മ ജീവിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഉമ്മക്ക് അറിയാം സ്വർഗവും നരകവും ഉണ്ട്, സിറാത്തുൽ മുസ്തഖീം എന്ന പാലുണ്ട്, പിന്നെ മഹ്ശറ എന്ന സംഭവം ഉണ്ട് എന്നൊക്കെ ഉമ്മക്കറിയാം. അപ്പോൾ നീ പറഞ്ഞ ഹൂറന്മാരും ഹൂറികളും സ്വർഗത്തിലുണ്ട് വൈ. അപ്പം നീ എഴുതുമ്പോൾ ശ്രദ്ധിക്കണ്ടേ ആരിഫ് ഹുസൈനെ? ഹൂറന്മാരില്ലാത്ത ലോകം എന്ന് പറയുമ്പോൾ ഉമ്മാൻ്റെ കണ്ണിൽ സ്വർഗത്തിലും നരകവും ഉണ്ട്, സ്വർഗത്തിൽ ഹൂറന്മാരുണ്ട് ഹൂറികളുണ്ട് എന്ന് ഉമ്മാക്കറിയാം. അപ്പം നീ എന്തിനാണ് മണ്ടനായ നീ ഇങ്ങനെ ചെയ്തത്? നീ മണ്ടനാണ് എന്ന് എനിക്കറിയാം. ലോകത്തിൽ ഏതെങ്കിലും ഒരു മതമുള്ള ഹിന്ദുവിനോടോ മുസ്ലിമിനോടോ ക്രിസ്ത്യനോടോ എനിക്ക് യാതൊരു തരത്തിലുള്ള ദേഷ്യമോ വെറുപ്പോ ഒന്നും എനിക്കില്ല. പക്ഷെ ഒരു മതമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഇതുണ്ടല്ലോ, നിരീശ്വരവാദികളുണ്ടല്ലോ, അവരോട് എനിക്ക് വെറുപ്പാണ്. കാരണം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിൽക്കണം. ആരില്ലാത്ത ലോകത്തേക്ക് പോയി ഉമ്മാക്കറിയാടാ, അവിടെ മലക്കുകളും ജിന്നുകളും പിന്നെ അള്ളാഹിൻ്റെ അമ്പ്യൗലിയാക്കന്മാരും ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടെന്ന് ഉമ്മാക്കറിയാം. അതുകൊണ്ടാണ് ആ ഉമ്മ നിന്നെ തള്ളി പറഞ്ഞത്. മോയൻ്റെ അടാ, ആ ഒരു സ്വന്തം ഉമ്മ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏത് മതത്തിലുള്ളവനാവട്ടെ മതമില്ലാത്തവനാവട്ടെ അവൻ്റെ ജീവിതം പിന്നെ കണ്ടുകിടും. ഒരു മരിച്ച ഉമ്മാനോട് അറ്റ്ലീസ്റ്റ് നിന്നെ 10 മാസം ചുമന്ന് പെറ്റതിൻ്റെ ഒരു സ്നേഹമെങ്കിലും നിനക്ക് കാണിച്ചൂടെ? അല്ല പാട്ടുവേ.